കാസർഗോഡ് കുമ്പളയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ സംഘം പിടിയിൽ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെ 5 പേരാണ് പിടിയിലായത്. മുടിവൻ പറഞ്ഞു എന്റെ ഉപ്പാന്റെ പേരെ പട്ടയടക്കം ഇവരെ കയ്യില് അല്ലെ നീള്ളത് അത് ഓർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വേണ്ടി മാത്രം വന്നാലേ അതിന് മാത്രം അത് മാത്രം ഇത് ഇതിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞ് അതാണ് ഇവർ അതിന്റെ അകത്ത് കുഴിക്കാവുന്നത്. അപ്പൊ പിക്കാസ് പൊട്ടി ആ പിക്കാസ് എടുത്തിട്ട് അവർ തിരിച്ചു വന്നിട്ട് ആ പിക്കാസിനെ അവർ ഇങ്ങോട്ട് വരുന്ന കാണുമ്പോ അവർ ചാടിയാണ്. വണ്ടി ഉണ്ട്. അവർ എത്ര പേരുണ്ട് ഞങ്ങള്? ഞാൻ ഒറ്റക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കുമ്പളയിലാണ് നിധി കുഴിച്ചെടുക്കാനെത്തിയ സംഘം പിടിയിലായിരിക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നിധി കുഴിച്ചെടുക്കാൻ മാത്രമാണ് എത്തിയത് എന്നാണ് പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, കുമ്പള ആര്യക്കാടിയിലെ ഹനുമാൻ കോട്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നിധി ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് 5 അംഗ സംഘം ഇവിടെ എത്തുകയായിരുന്നു. അതിനുശേഷം ഈ പഴയ ഒരു പൊട്ടക്കിണർ ഇവിടെയുണ്ട്. ഇവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തുന്നതിനിടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ സംഭവം പെടുന്നത്. പിന്നീട് കുമ്പള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുമ്പള പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ്. പുരാതന കാലം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിധി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ ഇവരെ ഈ നിധി ഉണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കിണർ കുഴിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 5 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രവുമല്ല ഇവർക്ക് ഈ മുജീബിന്റെ നിർദ്ദേശപ്രകാരം ആണ് ഇത്തരത്തിൽ ഈ 5 അംഗ സംഘം എത്തിയതെന്നാണ് ഇവർക്ക് പോലീസിന് ആദ്യമായി ലഭിച്ചിട്ടുള്ള സൂചനകൾ തെളിയിക്കുന്നത്. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ഇവർ അതിക്രമിച്ച് കയറി നിധി ഉണ്ട് എന്ന രീതിയിൽ ഈ കിണറിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഈ തുടക്കത്തിൽ തന്നെ ഈ കാര്യം നാട്ടുകാർക്ക് കണ്ടുപിടിക്കാനായി ഈ കാസർഗോഡിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മഹാശിലായുഗ കാലത്തെ വിവിധ ശേഷിപ്പുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇവരെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇതിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നീലേശ്വരം സ്വദേശികളാണ് ബാക്കി പിടിയിലായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കില്ല. കരുതൽ തടങ്കൽ എന്ന രീതിയിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഇവർക്കെതിരെ കേസ് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ നിധി ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് ഇവർ ഇത്തരത്തിൽ കുമ്പള ആര്യക്കാവിലെ ഹനുമാൻ കോട്ടയിൽ, പുരാതന കോട്ടയാണ്, ഇവിടുത്തെ ഒരു വെള്ളം വറ്റിയ ഒരു കിണറിൽ പരിശോധന നടത്തിയത്. മണ്ണ് നീക്കുന്നതിനിടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വൃന്ദ.